ഗ്രാമങ്ങൾ തേടിയുള്ള യാത്രയാണ്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലെ ബംഗുറുപാളയം എന്ന് പറയുന്ന പ്രദേശത്തിനോട് ചാരിയിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ റൂട്ടിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഒരു നിഷ്കളങ്കനായിട്ടുള്ള ആള് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഡ്രസ്സിംഗ് രീതികളൊക്കെ ഇങ്ങനെയാണ്. കർഷകനാണ് എന്നാണ് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രാമീണ ഹോസ്പിറ്റൽ ബൈപ്പാസിനോട് ചാരിയിട്ടാണ് ഹോസ്പിറ്റൽ കാണാൻ സാധിക്കുന്നത്. കൊള്ളാം, ഒരുപാട് മെച്ചപ്പെട്ട രീതികളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഇവിടത്തുകാർക്ക് വളരെയധികം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടങ്ങളിലെ ഒരു പ്രത്യേകതയാണ് മാമ്പഴ തോപ്പുകൾ. എന്ന് പറയുന്ന പ്രദേശവും ബാംഗ്ലൂർ പാളയം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശവും മാമ്പഴ തോപ്പുകൾക്ക് പേര് കേട്ട സ്ഥലമാണ്. കൂട്ടത്തിൽ തക്കാളിത്തോട്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഗ്രാമീണ റോഡാണ്. റോഡിന്റെ ആ ഒരു അവസ്ഥ വളരെയധികം സന്തോഷപ്പെടുത്തി. ചുറ്റുപാട് നോക്കുമ്പോൾ ഒരുപാട് പൂവിട്ട് നിൽക്കുന്ന മരങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കയ്യെത്തുന്ന ദൂരത്തിലാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. കൊള്ളാം, ഇങ്ങനെ ഒരു വസന്തകാലം നമുക്ക് കാണാൻ കഴിഞ്ഞുവല്ലോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ക ഗ്രാമങ്ങളിലേക്കുള്ള റൂട്ടിലൂടെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വാഹനങ്ങളൊക്കെ തന്നെ വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്നും പലമിനീർ എന്ന് പറയുന്ന പ്രദേശവും മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശവും ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശവും ഒക്കെ അടുത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലാണ്. നമ്മുടെ നാട്ടിലെ ചിറ്റൂരിനെ കുറിച്ചൊക്കെ ആളുകൾ ഇവിടെ സംസാരിക്കാറുണ്ട്. പക്ക ഗ്രാമം. ഒരു ക്ഷേത്രം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോട് ചാരിയിട്ട് ഒരു ചർച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റുപാടും നോക്കുമ്പോൾ വിവിധതരം വീടുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് നീ വരണ്ട എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇങ്ങനെ പുല്ലിട്ട് വെച്ചിട്ടുള്ളത്. മെച്ചപ്പെട്ട ജീവിത രീതികളൊക്കെ തന്നെയാണ് ഇവിടങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ തന്നെ പുതിയ വീടുകളുടെ നിർമ്മാണ രീതിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇഷ്ടികയിലാണ് നിർമ്മാണ രീതി കാണാൻ സാധിക്കുന്നത്. ഇഷ്ടിക പോലത്തെ സിമെന്റിലെ കട്ടയും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് തിരിക്കാം. ആ ഒരു ചെറിയ ക്ഷേത്രം, അവിടെ ഒരു പയ്യൻ ഇങ്ങനെ ഇരുന്ന് മൊബൈലിൽ കളിക്കുന്നത് കാണാം. ബാക്കിലേക്ക് നോക്കുമ്പോൾ പുളിമരങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഗ്രാമീണ ഭംഗി എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. മുന്നിലേക്ക് വന്നതും ആ കാണുന്ന ഏരിയയിലൊക്കെ ആയിട്ട് മാമ്പഴ തോപ്പുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ട്രാക്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. മാമ്പഴ തോപ്പുകൾ പോലെ തന്നെ തക്കാളിക്കും ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയം. ഒരുപാട് തക്കാളി പെട്ടികളാണ് ആ ഒരു ട്രാക്ടറിന്റെ ബാക്കിലായി കാണാൻ സാധിക്കുന്നത്. അതിന്റെ ബാക്കിലായിട്ട് കുടുംബക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. അയാൾക്ക് കുറച്ച് തക്കാളി കൊടുത്തതിന് ശേഷമാണ് ട്രാക്ടർ മുന്നിലേക്ക് പോകുന്നത്. മുന്നിലായിട്ട് പുളിമരങ്ങളാണ് കാണുന്നത്. ഇതിൽ നിന്നും വലിയൊരു വരുമാന സാധ്യതയും ഗവൺമെന്റിനുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. യാത്രക്കാർക്ക് നല്ല തണലും ഇവിടത്തുകാർക്ക് നല്ല ഓക്സിജനും കിട്ടും എന്നുള്ളതും വേറെ തന്നെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും കൊള്ളാം. മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല. അവിടെ ഇവിടെ ആയിട്ട് കുറെ കൊട്ട പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഒരു ഓഫീസ് കാണുന്നുണ്ട്. എല്ലാം തന്നെ അടച്ചിട്ടുണ്ട്. മാമ്പഴക്കാലവുമായി ബന്ധപ്പെട്ട എന്തോ സംഭവമാണ് എന്നുള്ളത് മനസ്സിലായി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയത്. എന്തായാലും ഇത് എന്തായിരിക്കും എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും മനസ്സിലായില്ല എന്നുള്ളത് വേറെ തന്നെ ഒരു സത്യാവസ്ഥയാണ്. പമ്പുകളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അടച്ചു പൂട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വലിയൊരു പമ്പാണ് ഈ കാണുന്നത്. ഒരു ലോറി അവിടെ പാർക്കിംഗ് ചെയ്തത് കാണാൻ സാധിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ പമ്പുകളൊക്കെ തന്നെ പൂട്ടിക്കിടക്കുന്നതും പിന്നീട് അത് വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ആക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു റോട്ടിലൂടെ പോയി നോക്കാം. ഒരു കർഷകനെ കാണാൻ സാധിക്കുന്നുണ്ട്. ബൈക്കിൽ സാധനങ്ങളൊക്കെ തന്നെ വെച്ച് അയാളിങ്ങനെ ഫോണിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ റോട്ടിലേക്ക് കടന്നതും തുടക്കത്തിലായിട്ട് തന്നെ മാമ്പഴക്കാലങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത്. മാമ്പഴ മരങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പൂട്ടി നിൽക്കുന്നത് കാണാൻ വേറെ തന്നെ ഒരു രസകരമാണ്. ഇത് ഒരു ഉൾപ്രദേശത്തേക്കുള്ള റോഡായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. റോഡിന്റെ അവസ്ഥ റബ്ബറൈസറിങ് ചെയ്തു വെച്ചതുപോലെയാണ്. ഇരു സൈഡുകളിലും മാർക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചുവന്ന നിറത്തിലുള്ള മണ്ണാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ മണ്ണാണല്ലോ കാണാറ്. നമ്മുടെ നാട്ടിലും മാമ്പഴ കൃഷി എന്തുമാത്രം അനുയോജ്യമാണ് എന്നുള്ളതാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോകുന്നത്. മാമ്പഴ മരങ്ങളുടെ ചുവടുഭാഗങ്ങളൊക്കെ തന്നെ ഉഴുതുമറിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. മാമ്പഴ കൃഷിയുടെ കൂടെ വേറെ കൃഷികളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ഒരുപാട് മരുന്നടിക്കുന്ന വണ്ടികളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ പകർത്താത്തത്. ട്രാക്ടറിൽ മരുന്ന് കലർത്തിയ വെള്ളം കൊണ്ടുവന്നതിന് ശേഷം പമ്പിങ് ചെയ്യുന്ന പ്രൊസീജിയറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനം വാട്ടർ സർവീസ് ചെയ്യുന്നത് പോലെയാണ് മരത്തിന്റെ മുകളിലേക്ക് 2, 3, 4 ആളുകൾ കൂടിയിട്ട് പൂവിട്ട മരത്തെ മേലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ട് കെമിക്കൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പകർത്താൻ ധൈര്യമില്ലാത്തത് കൊണ്ടും ഇവിടുന്ന് ആദ്യം അടിയാണ് കിട്ടുക എന്നുള്ളത് കൊണ്ടും ഞാനത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോന്നു. ഇവിടെ നല്ലൊരു തടാകം കാണാം. അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു റോഡ് ആ ഒരു തടാകത്തിന് വേണ്ടിയിട്ട് ഹൈറ്റ് കൂട്ടിയതാണ് എന്നുള്ളത് മനസ്സിലായി. 2 സൈഡിലും ഉണ്ടായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഗ്രാമീണ ഭംഗിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തടാകത്തിൻ്റെ തലക്കിലൊക്കെ ആയിട്ട് മാമ്പഴ കൃഷികൾ തന്നെയാണ് നടക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അവിടങ്ങളിലൊക്കെ തന്നെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അവിടങ്ങളിലേക്ക് നോക്കുമ്പോൾ ചുറ്റുപാടും നല്ല മലനിരകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പരന്ന പ്രദേശത്തെ മലനിരകളായിട്ടാണ് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. നമ്മളവിടെയൊക്കെ ഉള്ളതുപോലെ കുന്നുകൾ, ഹൈറ്റ് കൂടിയ കുന്നിൻ പ്രദേശങ്ങളൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എന്തായാലേ അടിപൊളിയായിട്ടുണ്ട്. ഈ കാണുന്ന റോഡിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2 സൈഡും മാർക്കിംഗ് ചെയ്തിട്ട് റബ്ബറൈസർ റോഡ് പോലെയാണ് ഈ റോഡിൻ്റെ നിർമ്മാണം. കൊള്ളാം. ഉൾഗ്രാമത്തിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്.
തടാകത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഷെഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷീര കർഷകരുടെ ഷെഡാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് പക്ക വില്ലേജിലേക്കായിട്ടാണ് അനുഭവപ്പെടുന്നത്. അവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാം, മനോഹരമായിട്ടുള്ള ക്ഷേത്രം. വർണ്ണ നിറങ്ങളാൽ തന്നെയാണ് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് എടുത്തു പറയേണ്ട കാര്യങ്ങൾ മാമ്പഴ തോപ്പുകൾ തന്നെയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുതന്നെയാണ് ഈ നാടിൻ്റെ പ്രത്യേകതയും. കൊള്ളാം, എവിടെ നോക്കിയാലും മാമ്പഴ തോപ്പുകൾ എല്ലാം തന്നെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. എങ്ങനെയാണ് ഇത്രയും ചെറിയ മാമ്പഴ തൈകൾ രൂപപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. മുന്നിലേക്ക് പോകുന്തോറും വീടുകളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇടവിട്ട് ഓരോ വീടുകൾ, 2 വീടുകളൊക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടങ്ങളിൽ കുറച്ച് വീടുകൾ കാണുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഇതാണ് ഈ റോട്ടിലെ അവസ്ഥ. ഒരു ചെറിയ ഇഷ്ടിക കമ്പനിയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ചുവന്ന മണ്ണുള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ ഇഷ്ടിക കമ്പനി പ്രവർത്തിക്കുന്നത്. ഇവിടെ കുറച്ച് വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട ജീവിത നിലവാരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വീടുകളെല്ലാം തന്നെ കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൊള്ളാം. എന്താണ് ഈ വരുന്നത് എന്നുള്ള ഭാവത്തിൽ ഒരു ചേച്ചി അവിടെ നിന്ന് നമ്മെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിലേക്കൊക്കെ തന്നെ നല്ല നല്ല വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്.